ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. മീഷോന്ന് കുറച്ച് പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അൺബോക്സിംഗ് ആണ് ഇന്ന് കാണാൻ പോകുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യം ഞാൻ ഓർഡർ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇതാണ് ഞാൻ കുറേ കാലമായിട്ട് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന സാധനം. ഓക്കെ, ഇത് വന്നിട്ട് നമ്മുടെ വുഡൻ സ്പാച്ചുല സെറ്റാണ്. കാണാൻ പറ്റുന്നുണ്ടോ നമുക്ക്? ഓക്കെ, വുഡൻ സ്പാച്ചുലൻ്റെ സെറ്റാണ് വരുന്നത്. പീസസ് ഞാൻ കാണിച്ചു തരാം. 1 2 3 4 5 6 സ്പാച്ചുലാസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ 3 വുഡൻ സ്പൂണ് അത് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, ടോട്ടൽ നമുക്ക് 3 6 9 കിട്ടുന്നത്. 9 ഐറ്റംസ് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഈ സെറ്റ് വന്നിട്ട് 151 രൂപക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇത്രയും സ്പൂൺസും അതുപോലെ ചെറിയ സ്പൂൺസ് 3 ഫ്രീ ആയിട്ടും കിട്ടിയിട്ടുണ്ട്. 151 രൂപയാണ്. അത് ഓഫറിന് എനിക്ക് 131 രൂപക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല വേർത്തായിട്ട് എനിക്ക് തോന്നി. അടിപൊളിയായിട്ടാണ്. നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ഈ ഐറ്റംസൊക്കെ ഇവിടെ അടുത്തുള്ളൊരു കടയിൽ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്പാച്ചിലൊക്കെ തന്നെ വന്നിട്ട് 90 റുപ്പീസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസ് നമുക്ക് 131 രൂപ ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ്ട് വുഡൻ സ്പൂണും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു വേർത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ഐറ്റം കാണാം. അടുത്തത് ഇത് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ കാണിക്കാം. അപ്പം ഇത് ഒരു സമാധാനമില്ല. അപ്പം നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. ഓക്കെ, സെക്കൻഡ് ഐറ്റം വന്നിട്ട് ഇത് നമ്മുടെ എഗ് കട്ടറാണ്. എൻ്റെ അടുത്ത് മുമ്പ് ഒരു എഗ് കട്ടർ ഉണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ടു പോയി. അപ്പം ഇത് നമുക്ക് 2 ടൈപ്പിൽ എഗ്ഗ് സ്ലൈസ് ചെയ്തെടുക്കാം. ഒന്ന് തിൻ സ്ലൈസ് ആയിട്ടും പിന്നെ ഒന്ന് നമുക്ക് തിക്കായിട്ടുള്ളത് വേണമെങ്കിൽ എഗ് കബാബൊക്കെ ഉണ്ടാക്കുമ്പം ഇത് യൂസ് ചെയ്യാം. പിന്നെ പഫ്സിന് ഇത് യൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് നമ്മുടെ പർപ്പസ് അനുസരിച്ചിട്ട്. പിന്നെ ചുമ്മാതെ മുട്ട പുഴുങ്ങിയിട്ടാണെങ്കിൽ നമുക്ക് ഡയറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കീറി മുറിച്ചിട്ട് വെറുതെ നമുക്ക് കഴിച്ചിട്ട് നിൽക്കാം. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇതും എനിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ട്. അപ്പം നമുക്ക് നോമ്പൊക്കെ വരുന്നല്ലേ, അപ്പം നമുക്ക് ഇതിൻ്റെ ഒക്കെ ഒത്തിരി യൂസ് ഉണ്ടാവും. റേറ്റ് വന്നിട്ട് 136 രൂപയാണ്. അത് 114 രൂപക്കാണ് എനിക്ക് ഓഫറിന് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ അടിപൊളി പ്രോഡക്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ പ്രോഡക്റ്റാണ്. പക്ഷേ നമുക്ക് നമ്മുടെ പേർപ്പസ് എന്താണ്, ജസ്റ്റ് ഇവിടെ ഒരു സ്ട്രിങ്സ് പോലെ പിന്നെ ജസ്റ്റ് നമുക്ക് എഗ്ഗ് കട്ട് ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അതിനൊക്കെയാണ് ഒരു ചെറിയ റേറ്റ് അല്ലേ വരുന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ 2 ഐറ്റംസായി. ഇനി മൂന്നാമത്തത് എന്താണിത്? ഗസ് ചെയ്യാൻ പറ്റുമോ? ഇത് വന്നിട്ട് ഓപ്പൺ ചെയ്യാം. ഇവര് മീഷോൻ്റെ നല്ല പാക്കേജിങ് ആണ്. അടിപൊളി പാക്കേജിങ്ങിലാണ് ഇവർ കൊടുത്തു വിടുന്നത്. ബബിൾ റാപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് അതിൻ്റെ അകത്ത് ഒരു കവറും കൂടി വെച്ചിട്ടുണ്ട്. ഫോർക്കിൻ്റെ സെറ്റാണ് വരുന്നത്. 1 2 3 4 5 6 പീസ് സെറ്റാണ് വരുന്നത്. ഓക്കെ, സ്റ്റെയിൻലെസ് സ്റ്റീലാണ് മെറ്റീരിയൽ വന്നിട്ട്. ഈ 6 പീസ് സെറ്റിന് 117 രൂപയാണ് വരുന്നത്. അതും സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. എനിക്ക് കിട്ടിയിട്ടുള്ളത് 97 റുപ്പീസിനാണ്. ഓക്കെ, അപ്പോൾ ഈ ഫോർക്കൊക്കെ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഓരോ ഐറ്റംസ് ഉണ്ടാക്കി കുത്തി തിന്നാം. ഓക്കെ, ഇനി അടുത്ത ഐറ്റം നോക്കാം. അടുത്ത ഐറ്റം വന്നിട്ട് ഓക്കെ
ഇത് കിച്ചൺ ഐറ്റം അല്ല, എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഓക്കെ, ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാൻ ഇത് നെയിൽ പോളിഷ് സെറ്റാണ് വരുന്നത്. ഉണ്ടോ കളേഴ്സ്? 1 2 3 4 5 6 7 8 9 10 11 12 പീസ് സെറ്റാണ് വരുന്നത്. എന്താ കയ്യിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല സുഹൃത്തുക്കളെ, നിങ്ങളിത് കാണുന്നില്ലേ? അയ്യോ പോയി, അയ്യോ. അപ്പം ഇത് 12 പീസ് സെറ്റാണ് വരുന്നത്. നല്ല അടിപൊളി പാക്കേജിങ്ങിലാണ് വന്നിട്ടുള്ളത്. ഈ വൃത്തിയോടൊക്കെ എടുത്ത് കളയും. ഓക്കെ, ഇതൊക്കെ ഓരോ കമ്പാർട്ട്മെൻറ്റും നല്ല ലീക്കേജ് പ്രൂഫാക്കാൻ വേണ്ടി കോട്ടണൊക്കെ വെച്ച് നല്ല സെക്യൂർ ചെയ്തിട്ടാണ് ഇവരയച്ചിട്ടുള്ളത്. ഹായ് 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 ഹായ്, എനിക്ക് സന്തോഷമായി ഗോപിയേട്ടാ. ഇത്രയും കളേഴ്സിലാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റേറ്റ് കൂടിയ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാനിത് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മറ്റേത് അതന്നെ അതിൽ ബൈ ചെയ്തതാണ്. അപ്പം വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്കിതൊക്കെ ഇട്ടിട്ട് ഒന്ന് എൻജോയ് ചെയ്യാം. ഓക്കെ, അപ്പം ഇതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് അറിയണ്ടേ? ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇത് 12 പീസ് സെറ്റാണ് വരുന്നത്. 168 രൂപ, 140 രൂപക്കാണ് എനിക്ക് ഇത്രയും നെയിൽ പോളിഷ് കിട്ടിയിട്ടുള്ളത്. ഇത് രണ്ടെണ്ണം ഒരുപോലത്തെ കളറൊന്നും അല്ല കേട്ടോ, ഡിഫറെൻ്റ് ആണ്. നിങ്ങൾക്ക് ഇതിന് വീഡിയോയിൽ അങ്ങനെ തോന്നുന്നുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ ഡിഫറെൻറ്റ് ഷെയ്ഡാണ്, എല്ലാം ഡിഫറെൻറ്റ് ഷെയ്ഡാണ്. നല്ല നല്ല ഷെയ്ഡ്സും ഇതിലുണ്ട്. എല്ലാം ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, കുറച്ചെണ്ണം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി. ഇപ്പം ഈ ഒരു റേറ്റിന് എന്തായാലും വർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. നിങ്ങൾ നെയിൽ പോളിഷ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കാം. ഇനി അടുത്തത് ഒരു മിനിറ്റ് ഇതൊന്ന് എടുത്ത് വെക്കട്ടെ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് അങ്ങോട്ട് കയറി കുഴപ്പമില്ല. ഇനി അടുത്ത ഐറ്റം വന്നിട്ട് ഇത് നോക്കിയാലോ? അടുത്ത ഐറ്റം ഐ തിങ്ക് ഇത് നോക്കട്ടെ. ബോക്സ് പൊളിച്ച് കാണിക്കാം. അത് നിങ്ങൾ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും, അൺബോക്സിംഗ് ഒക്കെ കുറേ ആൾക്കാർ ചെയ്തത് കണ്ടിട്ടുണ്ടായിരുന്നു. അന്നേരം മുതൽ ഞാൻ എൻ്റെ നോട്ടപ്പുള്ളിയാണ് ഇവൻ. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഈ നോട്ടപ്പുള്ളിയെ ഞാൻ സ്വന്തമാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ സുഹൃത്തുക്കളെ? ഡ്രൈ ഫ്രൂട്ട്സ് കട്ടർ. ഓക്കെ, ഇത് നമുക്ക് പുഡിങ് യൂസ് ചെയ്യുന്ന സമയത്ത് നട്ട്സൊക്കെ ക്രഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. വളരെ ചെറിയ റേറ്റേ ഉള്ളൂ. കുറേ ആയിട്ട് ഞാൻ നോക്കി ഇരുന്നതാണ്. വേറെ എന്തെങ്കിലും ഒന്ന് ഓർഡർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നന്നായിട്ടാണ്. കണ്ടല്ലോ, ഇതിലിങ്ങനെ നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇത് വെച്ച് നമുക്ക് ക്ലോസ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇങ്ങനെ നമ്മൾ പെൻസിലൊക്കെ ഷാർപ്പൻ ചെയ്യില്ല, അതുപോലെ ഇങ്ങനെ തിരിക്കുമ്പോൾ ഇതിങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 105 രൂപക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. 86 രൂപക്കാണ്. ഓക്കെ, 86 രൂപക്ക് അടിപൊളിയല്ലേ? ഞാനിത് അങ്ങോട്ട് വരുന്ന വീഡിയോസിൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി എന്താ ചെയ്യണ്ടേ? ഞാനൊരു വലിയൊരു സാധനമുണ്ട് സുഹൃത്തുക്കളെ, എനിക്ക് പൊക്കിയെടുക്കാൻ പറ്റുന്നില്ല, അത്രയും വലിയ സാധനമാണ്. അത് ഞാനിപ്പം കാണിക്കാം.
സോറി ഫ്രണ്ട്സ്. ഇത് കണ്ടോ, അത് 6 പീസല്ല, അത് 7 പീസായിരുന്നു. ആ ബോക്സിൽ ഒന്നും കൂടി ബാക്കിയുണ്ടായിരുന്നു. സോറി. ഇത് ഭയങ്കര ഭാരമുള്ളൊരു പ്രോഡക്റ്റ്. പൊക്കി എടുക്കാൻ തന്നെ പറ്റുന്നില്ല, അത്രയും ഭാരമുണ്ട്. ഞാൻ കാണിക്കാം മക്കളെ. അൺബോക്സിംഗ് വീഡിയോ. ഇത് നമുക്ക് ടിക്ക ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. നമ്മുടെ സ്ക്യൂർ. പക്ഷെ അതിൽ കുറച്ചധികം പീസ് ഉണ്ടാവുന്ന ഞാൻ കരുതിയത്, കുറവായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും, എല്ലാ സ്ക്യൂറിനും നല്ല ഷാർപ്പായിട്ടുള്ള എഡ്ജില്ല. നമുക്ക് ചിക്കനൊക്കെ സ്ക്യൂർ ചെയ്യുന്ന സമയത്തെ തുളഞ്ഞ് കയറാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ടായിരിക്കും. ചിക്കൻ വെച്ചിട്ട് ചെയ്യുമ്പോൾ, പനീറൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല, ചിക്കൻ്റെ ഒക്കെ ചെയ്യുമ്പോൾ നല്ല പെടാപ്പാടായിരിക്കും. പക്ഷെ അത്ര ഇല്ല കേട്ടോ, ഇതിൽ സ്റ്റിക്ക് വളരെ കുറവല്ലേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ റേറ്റ് അറിയണ്ടേ? അപ്പം ഇത് വെച്ചിട്ടുള്ള കലാപ്പയ്യോ ഒന്ന് തെറിച്ചുപോയി. 125 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട്. 98 രൂപക്കാണ് എനിക്ക് കിട്ടിയത്. ഇത് വെച്ചിട്ടുള്ള കലാപരിപാടികളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, പക്ഷെ ഇത് അത്ര വേർത്തായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും ഓക്കെ, 98 രൂപക്ക് നമ്മുടെ കടയിലൊക്കെ ആകുമ്പോൾ ഇതിൽ കൂടുതൽ കിട്ടുമായിരിക്കും അല്ലേ? പക്ഷെ ലെങ്ത് ഉണ്ട് കേട്ടോ, ലെങ്ത് ഉണ്ട്. കുഞ്ഞു സാധനമല്ല, ലെങ്ത് ഉണ്ട്. ഇതിൻ്റെ എഡ്ജ് എനിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചിട്ടില്ല. ഇതിൻ്റെ ടോപ്പ് ഉണ്ടല്ലോ, അത് ചിലതിനൊക്കെ ഇല്ല, ആ ഷാർപ്പായിട്ടുള്ള ഇതില്ല. കണ്ടോ, ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് ഈർക്കിൽ പോലെ ഇരിക്കുന്ന ഇത് വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ കിടക്കട്ടെ അല്ലേ? 98 രൂപ അല്ലേ? 98 രൂപക്ക് ഉണ്ടോ? നിങ്ങൾ തന്നെ പറയും. 98 രൂപക്ക് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ഇവിടെ കിടക്കട്ടെ. ഇടയിൽ ഒന്ന് ചാടിപ്പോവുകയും ചെയ്ത്. ഇനി എന്താ കാണിക്കാം? ഇത് ഞാൻ ചെറുതായിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചായിരുന്നു, എന്നാലും വെറുതെ അതിലിട്ട് വെച്ചതേ ഉള്ളൂ. ബോക്സ് ഞാനിപ്പം എടുത്ത് കളയുന്ന സാധനം ഉണ്ടല്ലോ, അതാരും അവിടെ നിന്ന് പെറുക്കിയെടുക്കില്ല, ഞാൻ തന്നെ ഇത് കഴിഞ്ഞിട്ട് പെറുക്കിയെടുക്കണം. ഓക്കെ, ഇനി ഇതാണ് ഞാനിതുപോലെ ഈ സാധനങ്ങളെല്ലാം ഞാൻ ആഗ്രഹിച്ച് വാങ്ങിയത് തന്നെയാണ്. പക്ഷെ ഇതും കുറച്ചധികം നാളായിട്ട് ആഗ്രഹിച്ച് വാങ്ങിയ ഒരു ഐറ്റം. എന്താ നല്ല ബബിൾ റാപ്പൊക്കെ ചെയ്ത് ആദ്യം ഒരു ബോക്സാണ്, അതിൻ്റെ അകത്ത് ഇതുപോലത്തെ ഒരു കവറ്, പിന്നെ ബബിൾ റാപ്പ്, പിന്നെ നമ്മുടെ ഐറ്റം ഗോൾഡൻ സ്പൂൺസ്. ഇനി ഇത് വെച്ചിട്ടുള്ള കലാപരിപാടികളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഒന്ന് അൺബോക്സ് ചെയ്ത്, അയ്യോ പൊട്ടി വേണം. റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ട്, കവർ ഓരോന്നും നൈസ് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് അത് റബ്ബർ ബാൻഡ് ഇട്ട് എന്നിട്ട് അതുപോലെ ഒരു കവറിലൊക്കെ പാക്ക് ചെയ്ത് അടിപൊളി പാക്കിംഗ് ആണ് കേട്ടോ. നോവേഴ്സ്. മീഷോനെ കുറിച്ച് ഞാൻ ഒരുപാട് മോശം കേട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വാങ്ങിക്കാൻ കുറേ ഡിലേ ആയി മീഷോന്ന് ഐറ്റംസ്. പക്ഷെ വാങ്ങിച്ചപ്പം നല്ല പ്രോഡക്റ്റാണ്, നമ്മൾ കൊടുക്കുന്ന ക്യാഷിനനുസരിച്ചിട്ട് കിട്ടുന്നുണ്ട്. ഇതുണ്ടോ, ലവ് ഷേപ്പ്, പിന്നെന്താ ഫ്ലവർ ഷേപ്പ്. ഓക്കെ, ഇത് ഞാൻ കുറേ കാലമായിട്ട് വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ച് വെച്ച പ്രോഡക്റ്റാണ്. ഓക്കെ, 4 സ്പൂണുണ്ട്. ഇനി നമുക്ക് കണ്ടല്ലോ മക്കളെ, അത് മാത്രമല്ല ഇതിവിടെ കിടക്കട്ടെ. ഈ 4 സ്പൂണിൻ്റെ കൂട്ടത്തിൽ പിന്നെ ഇതൊരു സെറ്റായിട്ടാണ് വരുന്നത്. ഈ 4 സ്പൂണ്,
പിന്നെന്താ, ഒരു പെയർ ചോപ്സ്റ്റിക്ക്, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ചോപ്സ്റ്റിക്സ്. എനിക്കറിയില്ല കേട്ടോ ചോപ്സ്റ്റിക്സ് യൂസ് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്, ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ സെറ്റ്. ഇതെല്ലാം മൊത്തത്തിലൊരു കോംബോ ആയിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ട്രോ, 2 കുത്തനെയുള്ളതും പിന്നെ ഇതേ ഷേപ്പിൽ വരുന്ന 2 എണ്ണം. അത് ക്ലീൻ ചെയ്യാനുള്ള ഒരു ബ്രഷ്. കണ്ടല്ലോ, ഇത്രയും ഐറ്റംസ്. ചോപ്സ്റ്റിക്സ്, 4 സ്പൂണ്, 4 സ്ട്രോ, പിന്നെ ഒരു ക്ലീനിങ് ബ്രഷ്, എല്ലാം ആയിട്ട് വരുന്ന ഐറ്റംസിൻ്റെ റേറ്റ് വരുന്നത്, ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 153 രൂപക്കാണ് ഈ ഐറ്റംസ് ഒക്കെ കിട്ടിയിട്ടുള്ളത്. അത് ഓഫറിന് എനിക്ക് ഓൺലൈൻ പേയ്മെൻ്റ് ആകുമ്പം ഓഫറായിട്ട് ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് 132 രൂപക്കാണ് ഇത് ഞാൻ സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ, അത്ര ഫോളോവേഴ്സൊന്നും ഇല്ല. പിന്നെ ഫ്ലിപ്കാർട്ടിൻ്റെ മാത്രമല്ലേ ഇപ്പോൾ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻഡ് കമൻസിൽ ഇതിൻ്റെ ഒക്കെ ലിങ്ക് വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്തോ. ഓക്കെ, എന്തായാലും എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് ഇത്. ഇനിയെന്താ, ഇതിവിടെ വെക്കട്ടല്ലേ. ഇനി അടുത്ത ഐറ്റം എന്താ മക്കളെ, പിന്നെ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള അടുത്ത ഐറ്റം. ഓ, ഇതന്നെ. ഇത് പ്രത്യേകിച്ച് അൺബോക്സ് ചെയ്യാനൊന്നുമില്ല, എന്നാലും ഞാൻ വെറുതെ ചുമ്മാ കാണിക്കാം. കണ്ടോ, ഐസ്ക്രീം സ്റ്റിക്സ്. ചൂടൊക്കെ അല്ലേ വരാൻ പോകുന്നത്, നോമ്പ് ചൂട് നല്ല കോമ്പിനേഷൻ ആയിരിക്കും. അപ്പം നമുക്ക് നോമ്പൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ, നോമ്പെടുക്കുന്നവർക്ക് അറിയായിരിക്കും, ഭയങ്കര ഒരു ദാഹം, തണുത്ത കുടിക്കാനൊക്കെ തോന്നും. എത്ര കുടിച്ചാലും മതിയാവില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട് നോമ്പെടുക്കുന്ന ആൾക്ക്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഓരോ ഐസ്ക്രീമൊക്കെ നുണഞ്ഞ് തറാവീഹ് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഐസ്ക്രീമൊക്കെ എടുത്ത് കഴിക്കാം. തൊണ്ട പണി കഴിക്കാൻ എന്നെ പറയരുത്, ഞാൻ ഐസ്ക്രീം റെസിപ്പീസ്, ഐസ് സ്റ്റിക്സ് ഒക്കെ ഞങ്ങൾക്ക് കാണിക്കാം കേട്ടോ. ഈ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് ഞാനൊരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോ കണ്ടിട്ടുണ്ടായിട്ടില്ലേ? കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം, അതിൻ്റെ ലിങ്ക് കൊടുക്കാം, കണ്ടു നോക്കാം കേട്ടോ. അപ്പം ഇത് 200 പീസാണ് വരുന്നത്. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. ഇനി കൊച്ചിനെനിപ്പോൾ പറഞ്ഞ ഈ അലക്കണ്ടെന്ന് പറഞ്ഞ പോലെ, ഇനി ഈ വർഷം അലക്കണ്ടെന്ന് പറഞ്ഞ പോലെ, ഇനി ഈ സ്റ്റിക്ക് കിട്ടിയതുകൊണ്ട് ഇനി ഈ വർഷം സ്റ്റിക്ക് വാങ്ങേണ്ട ആവശ്യമില്ല, ഐസ്ക്രീം സ്റ്റിക്ക്. ഓക്കെ, ഇതിൻ്റെ 200 പീസാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 126 രൂപയാണ്. 107 രൂപക്കാണ് എനിക്ക് ഈ ഐസ്ക്രീം സ്റ്റിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി എന്താ മക്കളെ കാണിക്കാനുള്ളത്? ബാക്കിയുള്ള ഐറ്റംസ് ഞാൻ മീഷോന്ന് വാങ്ങിയതല്ല. ഇത് കാണിക്കും. ഇതൊന്നും ഞാൻ മീഷോന്ന് വാങ്ങിയതല്ല. ഇത് ഞാനെൻ്റെ തൊട്ടടുത്തുള്ള ഒരു കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഇവിടെ കണ്ണൂരുകാർക്ക് അറിയായിരിക്കും, നമ്മുടെ നിക്ഷൻ ഇലക്ട്രോണിക്സ്. പുറത്ത് പർച്ചേസിന് ഇറങ്ങുവാണെങ്കിൽ ക്രോക്കറി ആയാലും അതുപോലെ നമ്മുടെ ഇലക്ട്രോണിക് ഐറ്റംസ് ആയാലും ഞാൻ ഫസ്റ്റ് എത്തുന്നത് നിക്ഷാനിലായിരിക്കും. അത് പണ്ട് മുതലേ ഉള്ളൊരു ശീലമാണ്. അപ്പം ഇത് വന്നിട്ട് ബോറോസിലിൻ്റെ നമുക്ക് ഓവൽ ഷേപ്പിൽ വരുന്ന ഒരു ബേക്കിംഗ് ട്രേ ആണ്. പുഡിംഗ് ട്രേ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. പിന്നെ വലുതൊക്കെ ഉണ്ടായിരുന്നു, കയ്യിൽ ക്യാഷ് തികഞ്ഞില്ല, അതുകൊണ്ട് ചെറുത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത്. നല്ല ക്യൂട്ടല്ലേ? അപ്പം അങ്ങനെ സമാധാനിക്കാം, വെറുതെക്കാം. ഓക്കെ, അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ നല്ല ക്യൂട്ടാണ്. ഇതിൽ ഞാനൊരു ബ്രെഡിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റ് അല്ലേ? നല്ല ഭംഗിയില്ലേ കാണാൻ? ഇത് നമുക്ക് ബേക്ക് ചെയ്യാനൊക്കെ മൈക്രോവേവിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. മൈക്രോവേവിൽ വെക്കുമ്പം എങ്ങാനും പൊട്ടിപ്പോവുകയാണെങ്കിൽ ഇവർ അതൊക്കെ റീപ്ലേസ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഗ്ലാസ് വെക്കാൻ എന്തോ ഒരു പേടിയാണ് കേട്ടോ മൈക്രോവേവ് OTG ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് 700 മില്ലി കപ്പാസിറ്റി വരുന്ന ഓവൽ ഷേപ്പിലുള്ള ബോറോസിലിൻ്റെ നമ്മുടെ ബേക്കിംഗ് ട്രേ ആണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എന്താണ്
345 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഇത് മീഷോയിലൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ ഞാൻ അവിടെ കണ്ടപ്പം പെട്ടെന്ന് എടുത്തു. ഓവൽ ഷേപ്പിൽ നല്ല ഭംഗിയുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ വലുതൊക്കെ വാങ്ങിക്കണം. തൽക്കാലം ഇത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. ഒരു പാക്കറ്റ് പാലിൻ്റെ പുഡിങ്ങൊക്കെ ചെയ്യാൻ പറ്റും. അടിപൊളിയാണ്, അടിപൊളി. പിന്നെ നല്ല കട്ടിയുണ്ട്. ബോറോസിൽ നിങ്ങളെല്ലാം യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. പിന്നെ എന്താ, ഇനി ഞാൻ അവിടെ തന്നെ വാങ്ങി വേറെയും കുറച്ച് ഐറ്റംസ്. ഇത് നമുക്ക് ഇതുപോലെ തന്നെ കറി ബൗളായിട്ടും അതുപോലെ കറി മറ്റേ ചില്ലി ചിക്കൻ ഇങ്ങനത്തെ ഐറ്റംസ് സെർവ് ചെയ്യാനും വേണ്ടിയിട്ടും പുഡിങ്ങൊക്കെ സെർവ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാം. ഇതിൻ്റെ റേറ്റ് 99 റുപ്പീസാണ്. ഓക്കെ, നല്ലല്ലേ? അല്ലേ കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയല്ലേ? എനിക്കിത് കണ്ടപ്പാടെ അങ്ങ് ഇഷ്ടപ്പെട്ടു. കുറേ ഐറ്റംസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ ബഡ്ജറ്റും കൂടി നോക്കണമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ കുറച്ചെണ്ണം അങ്ങ് എടുത്തു. ബാക്കിയുള്ളത് ഞാൻ നോട്ടിട്ട് വെച്ചിട്ടുണ്ട്. ക്യാഷ് റെഡി ആവുന്ന മുറക്ക് നമുക്ക് പോയി എടുക്കാം. ഓക്കെ, ഇതാണ് ആ ഐറ്റം. പിന്നെ വന്നിട്ട് ഇത് നമ്മുടെ സോസൊക്കെ സെർവ് ചെയ്യാനുള്ള, ഇത് മോമോസൊക്കെ കഴിക്കുമ്പോഴാണ് ഇത് മെയിനായിട്ട് വേണ്ടി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 55 റുപ്പീസാണ്. നല്ല ക്യൂട്ടല്ലേ അല്ലേ? സോസൊക്കെ വെച്ച് അടിപൊളിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ബ്ലാക്ക് വൈറ്റ് അവിടെ കിട്ടിയില്ല എനിക്ക്. ബ്ലാക്ക് ഇഷ്ടമായിന്, പക്ഷെ വൈറ്റ് കിട്ടിയിട്ടുണ്ടായില്ല. നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇതിന് 55 രൂപ. ഇനി അതുപോലെ ഒരു സോസ് വിളമ്പാൻ പറ്റുന്ന ഒരു ചെറിയൊരു ബൗള് അതും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് റേറ്റ് വന്നിട്ട് 90 രൂപയാണ് വരുന്നത്. അടിപൊളിയാണ്. ബ്ലാക്കും വൈറ്റും ഒരുപാട് കളേഴ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടമായത് ഞാൻ അങ്ങ് എടുത്തു, വൈറ്റിലെടുത്തു. ഇനി എന്താ കാണിക്കാനുള്ള, ഇനി ഇവനെ മാത്രമേ ബാക്കിയുള്ളൂ. ഓക്കെ, ഇതോട് കൂടിയിട്ട് നമ്മുടെ കലാപരിപാടി അവസാനിക്കും. ലാസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് അതും നിക്ഷാനിൽ നിന്ന് വാങ്ങിച്ചതാണ്. കിടന്ന് വരും. ഇത് അവിടെ ഓഫറിന് ഇട്ടിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഇത് എടുക്കാനല്ല പോയത്, കടായി എടുക്കാനാണ് പോയത്. അപ്പോൾ കടായിക്ക് വലിയ നോൺ സ്റ്റിക്ക് കടായിക്ക് അത്ര വലിയ ഓഫേഴ്സ് ഒന്നും കണ്ടിട്ടുണ്ടായിട്ടില്ല. നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് അവിടെ ഉണ്ട്, പക്ഷെ അതെടുക്കാൻ പറ്റിയില്ല. നേരത്തെ പറഞ്ഞതന്നെ അതന്നെ പോക്കറ്റിന് കനം കുറവായിരുന്നു. അപ്പം നമുക്ക് ഇപ്പോൾ ഡിജിറ്റൽ കാർഡല്ലേ എന്ന് നിങ്ങൾ വിചാരിക്കും. അതല്ല ഞാൻ ഉദ്ദേശിച്ച കനം, അതല്ല. ഓക്കെ, ഇപ്പം ഇത് ആക്ച്വൽ പ്രൈസ് വന്നിട്ട് 2090 റുപ്പീസ്, 2090 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഇതിൽ നമുക്കൊരു കോംബോ ആയിട്ടാണ് വരുന്നത്, 2 in 1 കോംബോ. മനസ്സിലായോ? അപ്പോൾ ഇതാണ് 2 ഐറ്റം. പക്ഷെ എനിക്കിത് കണ്ടതെന്തോ ഇതിനോടൊരു ഇഷ്ടം തോന്നിയിട്ട് ഞാൻ പിന്നെ കടായി എടുത്തില്ല. ഇത് 2 എണ്ണം എടുത്ത് ഇങ്ങോട്ട് വന്നു. ഇതെനിക്ക് കിട്ടിയ റേറ്റ് എത്ര എന്നറിയോ? 700-700 അവിടെ ഓഫർ പ്രൈസ്. ഇതുണ്ടോ, ഇത് നമുക്ക് ചപ്പാത്തി തവയൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. എൻ്റെ ചപ്പാത്തി തവ കേട് വന്നിട്ടുണ്ട്. എന്തായാലും ഇതൊന്നും എടുത്തു. പിന്നെ ഇത് നമുക്ക് അത്യാവശ്യം കടായി ആക്കാം അല്ലേ? വേണമെങ്കിൽ ഇത് നമുക്ക് കടായി എന്ന് പറഞ്ഞ് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ എത്ര നല്ല അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇതിന് കുറച്ച് വെയിറ്റ് ഉണ്ട്, ഭയങ്കര വെയിറ്റ് ഒന്നുമല്ല. പക്ഷേ ഈ 700-ന് എന്തായാലും എനിക്ക് വേർത്തായിട്ട് തോന്നി. 200-ൻ്റെ പ്രൊഡക്റ്റ് അല്ലേ നമുക്ക് 700-ന് 2 എണ്ണം കിട്ടുന്നത്. ഓക്കെ, ഇത് 2ഉം കൂടി എടുത്തിട്ടുണ്ട്. ഇതിൽ സ്പാച്ചുല അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പിന്നെ ദാനം കിട്ടിയ പശുവിൻ്റെ പല്ലെണ്ണയൊക്കെ ഉണ്ടല്ലോ. ഈ 2000-ൻ്റെ സാധനം 700-ന് കിട്ടിയതും പോലെ അതിന് സ്പാച്ചുലയും കൂടി വേണമെന്ന്. അപ്പം അത്രക്കൊന്നും ആഗ്രഹിക്കാൻ പാടില്ല. ഇത് കിട്ടിയിട്ടുണ്ട് വാഷ് ചെയ്യാൻ. ഓക്കെ, ഞാൻ ഇതുകൊണ്ട് ഒരിക്കലും വാഷ് ചെയ്യാറില്ല. അപ്പം നമ്മുടെ 3 ഐറ്റംസ് കണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഏതായിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളത് അത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എന്തിനെങ്കിലും ലിങ്ക് വേണമെങ്കിൽ, ഇതിൻ്റെ ലിങ്ക് കിട്ടില്ല, ബാക്കി ഐറ്റംസിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ തരാം. ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ തുടങ്ങണം. എല്ലാ ഐറ്റംസ് വെച്ചിട്ടുള്ള കലാപരിപാടികൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം വെയിറ്റ് ആൻഡ് സീ. ഓക്കെ, ഇത് വെച്ചിട്ട് എനിക്കൊരു ടവറൊക്കെ ഉണ്ടാക്കാനുണ്ട്, കാണിക്കാം. നോമ്പിന് പറ്റുവാണെങ്കിൽ ഞാൻ കാണിക്കാം, നോമ്പ് കഴിഞ്ഞിട്ടായാലും കാണിച്ചു തരാം. ഓക്കെ,
ബൈ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ മറക്കല്ലേ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.